ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ്. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ലൊരു ഉരുളക്കിഴങ്ങ് കറിയാണിത്. പ്രഷർ കുക്കറിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള എളുപ്പത്തിൽ വഴറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പാകത്തിന് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. സവാള അല്പസമയം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ എരിവിനാവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരണം. അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് ഈ ഒരു കളർ ആകുന്നത് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ഓരോന്നും ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ എരിവിനാവശ്യത്തിന് വേണ്ട മുളക് പൊടി, നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം. പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റുമ്പോഴേക്കും പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ പൊടികളൊക്കെ പാകത്തിന് മൂത്ത് പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നല്ലതുപോലെ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. ആ ഒരു പാകത്തിന് നമ്മളിത് വഴറ്റിയെടുക്കണം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. തക്കാളി കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. തക്കാളി ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് റെഡിയായി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടാകും. 2 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങയ്ക്ക് പാകത്തിന് വെന്ത് നമ്മുടെ ടേസ്റ്റി ഉരുളക്കിഴങ്ങ് കറി റെഡിയായി വന്നിട്ടുണ്ട്. ഫൈനലി നമ്മളിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തതിന് ശേഷം കറി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു പാകത്തിനാണ് ഉരുളക്കിഴങ്ങ് കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കറി അല്പസമയം കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ ടേസ്റ്റി ഉരുളക്കിഴങ്ങ് കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.